കൂട്ടുകാരെ, ഇന്ന് ഞാൻ അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. നാട്ടിൽ വെച്ചിട്ട് മീൻകറി എന്ന് പറയുന്നൊരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അവിടെ നാട്ടിൽ 2 അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ കുത്തകയായിരുന്നു. അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഷാർജയിലോട്ട് വന്നപ്പം ഞാൻ മീൻകറി കൂട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കണമെന്ന അവസ്ഥ വന്നു. അപ്പോൾ വിചാരിച്ചു ഇത് രണ്ടും കൽപ്പിച്ച് ഇന്നൊരു മീൻകറി ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പക്ഷെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ആദ്യമായിട്ട് മീൻകറി ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് മീൻകറി കിട്ടും. നമ്മളുടെ കോട്ടയം, പത്തനംതിട്ട ഒക്കെ ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം ചട്ടി വെക്കുന്നു. ഈ ചട്ടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, നല്ല പൊതിഞ്ഞൊക്കെ സെറ്റപ്പാക്കി കൊണ്ടുവന്ന ചട്ടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കടുക് സാധാരണ എല്ലാവരും ഇടുമോ? അപ്പോൾ ഞാൻ കടുക് ഇട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില എന്ന് പറഞ്ഞപ്പോഴാണ് നാട്ടിൽ ചുമ്മാ കിട്ടിക്കൊണ്ടിരുന്ന കരിവേപ്പിലയായിരുന്നു. ഇവിടെ വന്നപ്പോൾ 125 രൂപ 5 ദറം കരിവേപ്പിലയ്ക്ക് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞെട്ടി. പിന്നെ നമ്മളുടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി ഞാൻ കുറച്ചിടും കേട്ടോ. സാധാരണ മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല, പക്ഷേ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടും. പിന്നെ ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടിയാണ് സാധാരണ ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് തീ കെടുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എത്ര വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വെള്ളം ഇടുക. പിന്നെ നമ്മുടെ കുടംപുളി ഇടുക. കുടംപുളി ഇട്ടാലാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുടംപുളി ഇടണം കേട്ടോ. പിന്നെ നമ്മളുടെ കരിവേപ്പിലയും കുടംപുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണേ. നമുക്ക് എത്ര വെള്ളം വേണമോ അത്ര വെക്കണം. അപ്പോൾ എനിക്കിങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടമേ. അപ്പോൾ അത് കാരണം ഞാൻ അതിനനുസരിച്ചിട്ടേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഒരു 15-20 മിനിറ്റ് നമ്മൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം മീനിടാം. അപ്പം ഞാൻ കേരച്ചൂരയാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മീൻ അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണമോ അതിന് തൊട്ട് മുൻപേ നിർത്തണം. അപ്പോഴാണ് ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ തീ നിർത്തിയിട്ടും നിങ്ങൾ നിങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇച്ചിരി കൂടി ഇത് ഇങ്ങനെ തിളച്ച് പറ്റിപ്പോവും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എത്ര വേണമോ അതിന് തൊട്ട് മുൻപ് നമ്മൾ നിർത്തണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിന്നൊരു മണം അടിക്കും. എൻ്റെ സാറേ, എന്നാ മണമെന്ന് അറിയാമോ? പിന്നെ ഒരു വെളിച്ചെണ്ണ ഒരല്പം ഒന്ന് തൂകി കൊടുക്കണം. എന്നിട്ട് നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ട് അങ്ങോട്ട് കൂട്ടണം. എന്നാ സുഗന്ധം, എന്നാ രുചിയാണെന്നറിയാമോ? അപ്പോൾ എല്ലാവരും ഇതുപോലെയാണ് മീൻകറി വെക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് നാളത്തേക്കൊക്കെ ഗാർഡൻ വീഡിയോ നിർത്തിയിട്ട് കുക്കിംഗ് വീഡിയോ ആയിരിക്കും.